അപ്പോൾ ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ അഥവാ ഒന്നാം കൃതി ബഹുപദത്തിന്റെ ഗ്രാഫും അതുപോലെ തന്നെ ഗ്രാഫ് തന്നാൽ പോളിനോമിയൽ എഴുതുന്നതും എങ്ങനെയാണെന്ന് നമ്മൾ പഠിച്ചല്ലോ. അതുപോലെ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയലിന്റെ ഗ്രാഫ് എപ്പോഴും എന്തായിരിക്കും? സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. ഇനി അടുത്തതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ അഥവാ രണ്ടാം കൃതി ബഹുപദങ്ങളുടെ ഗ്രാഫ് വരയ്ക്കാനും അതുപോലെ തന്നെ ഗ്രാഫ് തന്നു കഴിഞ്ഞാൽ പോളിനോമിയൽ എഴുതാനുമാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. ഇതാണ് ഒരു രണ്ടാം കൃതി ബഹുപദത്തിന്റെ ജനറൽ ഫോം അല്ലേ. അതായത് സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലിന്റെ ജനറൽ ഫോം എന്താണ്? പി ഓഫ് എക്സ് ഈക്വൽ ടു എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി. അതായത് എക്സിന്റെ ഏറ്റവും വലിയ കൃതി ഏതായിരിക്കണം? രണ്ടായിരിക്കണം. ഏറ്റവും വലിയ ഡിഗ്രി രണ്ടായിരിക്കണം. അപ്പം ഇവിടെ നോക്കിയേ, ഇത്രയും ഭാഗം ഇല്ലെങ്കിൽ പോലും, അതായത് ബി എക്സ് പ്ലസ് സി ഇല്ലെങ്കിൽ പോലും അതിൻ്റെ അർത്ഥം പി ഓഫ് എക്സ് ഈക്വൽ ടു എ എക്സ് സ്ക്വയർ എന്ന് കിട്ടിയാൽ പോലും നമുക്ക് എന്ത് പറയാം? ഇതൊരു രണ്ടാം കൃതി ബഹുപദം അല്ലെങ്കിൽ സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ ആണെന്ന് പറയാമല്ലോ. അപ്പൊ ഇവിടെ എക്ക് നമ്മൾ 1 ഇട്ട് കൊടുത്താൽ പി ഓഫ് എക്സ് എന്ത് വരും? പി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ എന്ന് വരും അല്ലേ. അപ്പൊ നമുക്ക് പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാലും ഏത് ഡിഗ്രി പോളിനോമിയൽ തന്നെയാണ്? സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ തന്നെയാണ്. ഇവിടെ നമുക്ക് എക്സിന്റെ ഏറ്റവും വലിയ കൃതി 2 ആവണമെന്ന് മാത്രമേ ഉള്ളൂ. 2 ആയി കഴിഞ്ഞാൽ എന്തായിരിക്കും? അത് സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ ആയിരിക്കും അല്ലെ, രണ്ടാം കൃതി ബഹുപദമായിരിക്കും. അപ്പൊ ഇങ്ങനെ ഒരു സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ തന്നാൽ ഇതിന്റെ ഗ്രാഫ് എങ്ങനെ വരയ്ക്കും എന്ന് നമുക്ക് നോക്കാം. അപ്പൊ ഗ്രാഫ് വരയ്ക്കാനായിട്ട് നമുക്ക് എക്സിന്റെയും പി ഓഫ് എക്സിന്റെയും വിലകൾ വേണം അല്ലേ. ആദ്യം നമുക്ക് എക്സിന് 0 എന്നുള്ള വില കൊടുക്കാം. എക്സിന് 0 എന്ന് കൊടുക്കുമ്പോൾ പി ഓഫ് എക്സ് എന്തായിട്ട് മാറും? പി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ ആണല്ലേ. പി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ ആണ്. അതായത് എക്സിന് 0 കൊടുക്കുമ്പോൾ പി ഓഫ് 0 എന്തായിട്ട് മാറും? പി ഓഫ് 0 ഈക്വൽ ടു 0യുടെ സ്ക്വയർ ആണല്ലേ. എക്സ് എവിടെയെല്ലാം ആണോ കാണുന്നത് അവിടെയെല്ലാം എന്ത് കൊടുക്കണം? എക്സിന്റെ വിലയായ 0 കൊടുക്കണം. അപ്പം 0യുടെ സ്ക്വയർ, അതിന്റെ അർത്ഥം എന്താണ്? പി ഓഫ് 0 എന്ന് പറയുന്നത് 0 ആണല്ലേ. ഇനി അടുത്തത് എക്സിന് നമുക്ക് 1 ഇട്ട് കൊടുക്കാം. 1 കൊടുക്കുമ്പോൾ പി ഓഫ് എക്സ് എന്നിനി എഴുതണ്ടല്ലോ. പി ഓഫ് 1 ഈക്വൽ ടു എന്തിന്റെ സ്ക്വയർ ആയിരിക്കും? 1ന്റെ സ്ക്വയർ ആയിരിക്കും അല്ലേ. അതായത് 1. അപ്പോൾ പി ഓഫ് 1 എന്ന് പറയുന്നത് എന്ത് കിട്ടി? 1 എന്ന് കിട്ടി. അടുത്ത് നമുക്ക് എക്സിന് 2 എന്ന് കൊടുക്കാം. 2 എന്ന് കൊടുക്കുമ്പം പി ഓഫ് 2 എന്ത് കിട്ടും? 2ന്റെ സ്ക്വയർ എന്ന് കിട്ടും അല്ലേ. 2ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് 4. അപ്പോൾ നമ്മളിവിടെ എക്സിന്റെ സ്ഥാനത്ത് എന്ത് കൊടുത്തു? 2 എന്നുള്ള വില കൊടുത്തു. എക്സിന്റെ വില 2 ആയതുകൊണ്ട് ഇവിടെ എക്സിന്റെ സ്ഥാനത്ത് നമ്മൾ എന്ത് കൊടുത്തു? 2 എന്നിട്ട് കൊടുത്തു. ഇനി നമുക്ക് എക്സിന് നമുക്ക് നെഗറ്റീവ് നമ്പർ കൊടുക്കാം. -1 കൊടുക്കാം. അപ്പോൾ പി ഓഫ് -1 എന്ത് വരും? -1ന്റെ സ്ക്വയർ ആണല്ലേ. എക്സിന്റെ സ്ക്വയർ ആണ് പി ഓഫ് എക്സ്. അപ്പം പി ഓഫ് -1 എന്ത് വരും? -1ന്റെ സ്ക്വയർ. -1ന്റെ സ്ക്വയർ എന്ത് തന്നെയാണ്? +1 ആണല്ലേ. നമ്മൾ നെഗറ്റീവ് നമ്പേഴ്സ് എന്ന് പറയുന്ന ചാപ്റ്റർ ഉണ്ടല്ലോ, ന്യൂനസംഖ്യകൾ, അതിനകത്ത് പഠിച്ചിട്ടുണ്ടല്ലേ. ഇനി അടുത്തത് എക്സിന് -2 എന്നുള്ള വില കൊടുക്കാം. -2 എന്നുള്ള വില കൊടുക്കാം. അപ്പോൾ പി ഓഫ് -2 എന്ന് പറയുന്നത് എന്ത് കിട്ടും? -2ന്റെ സ്ക്വയർ ആണല്ലേ. -2ന്റെ സ്ക്വയർ എന്ത് തന്നെയാണ്? +4 തന്നെയാണ്. 2ന്റെ സ്ക്വയർ 4 ആണ്. മൈനസിന്റെ സ്ക്വയർ പോസിറ്റീവ് പ്ലസ് ആണ്. നമ്മളിവിടെ ആദ്യം എക്സിന് 0 എന്നുള്ള വില കൊടുത്തല്ലേ. എക്സിന് 0 എന്നുള്ള വില കൊടുത്തപ്പം പി ഓഫ് എക്സ് അല്ലെങ്കിൽ പി ഓഫ് 0 എന്ത് കിട്ടി? 0 എന്ന് കിട്ടി അല്ലേ. അടുത്ത എക്സിന് 1 കൊടുത്തപ്പോൾ പി ഓഫ് എക്സ് എന്ത് കിട്ടി? 1 എന്ന് കിട്ടി അല്ലേ. അടുത്ത എക്സിന് 2 എന്നുള്ള വില കൊടുത്തു. 2 എന്ന് കൊടുത്തപ്പോൾ പി ഓഫ് 2 എന്ത് കിട്ടി? 4 എന്ന് കിട്ടി അല്ലേ. അടുത്ത എക്സിന് -1 -1 കൊടുത്തു. അപ്പോൾ പി ഓഫ് -1 പോസിറ്റീവ് 1 കിട്ടിയത്. അടുത്ത എക്സിന് -2 കൊടുത്തു. അപ്പോൾ പി ഓഫ് -2 എന്ത് കിട്ടി? പോസിറ്റീവ് 4 എന്നും കിട്ടി. നമുക്ക് വേണമെങ്കിൽ ഇതൊരു ക്രമത്തിൽ ആദ്യം എന്താണ്? ഏറ്റവും ചെറുത് ഇവിടുത്തെ -2 ആണല്ലേ. അതിനുശേഷം -1, പിന്നെ 0, പിന്നെ 1, പിന്നെ 2, അങ്ങനെ ഒരു ക്രമത്തിൽ വേണമെങ്കിൽ കൊടുക്കാം. അപ്പൊ നമ്മുടെ എക്സിന്റെയും പി ഓഫ് എക്സിന്റെയും വില കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്രാഫ് വരയ്ക്കാം. അപ്പൊ എങ്ങനെയാ ഗ്രാഫ് വരയ്ക്കുന്നത് നോക്കാം. ആദ്യം എക്സിന് നമ്മൾ 0 എന്നുള്ള വിലയാണ് കൊടുത്തത് അല്ലേ. ഇത് എക്സ് ആക്സിസ് ആണല്ലോ. ഇത് പി ഓഫ് എക്സും, ഇത് എക്സ് ആക്സിസ്, ഇത് പി ഓഫ് എക്സ്. അപ്പൊ നമ്മൾ ആദ്യം എക്സിന് 0 കൊടുത്തു. പി ഓഫ് എക്സും 0 തന്നെയാണ് അല്ലേ. അപ്പൊ ഏതായിരിക്കും പോയിന്റ്? ഈ നടുക്കുള്ള പോയിന്റ് ആയിരിക്കും അല്ലേ. ഇനി അടുത്തത് എക്സിന് 1 കൊടുത്തു. എക്സിന് 1 എന്ന് പറയുമ്പം എക്സ് ആക്സിസിൽ ഇതാണ് 1 അല്ലേ. പി ഓഫ് എക്സ് എന്ന് പറയുന്നത് 1 ആണ്. പി ഓഫ് എക്സ് 1 എന്ന് പറയുമ്പോൾ ഏതാണ്? 2. ഇത് രണ്ടും കൂടെ കൂടിച്ചേരുന്ന ഈ പോയിന്റ്. അപ്പോൾ ഇതാണ് എക്സിനും പി ഓഫ് എക്സിനും 1 എന്ന് വരുന്ന പോയിന്റ്. അടുത്തത് എക്സിന് 2 എന്ന് കൊടുത്തു. എക്സിന് 2 എന്ന് പറയുമ്പം ഇത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് കിട്ടിയ വാല്യൂ എന്താണ്? പി ഓഫ് എക്സ് 4 ആണല്ലേ. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് വരയ്ക്കുമ്പം ഈ ഭാഗത്തായിട്ട് വരും അല്ലേ. ഈ ഒരു ഭാഗത്തായിട്ട് വരും. അടുത്ത നമ്മൾ എക്സിന് -1 -1 കൊടുത്തു. എക്സിന് നെഗറ്റീവ് എന്ന് പറയുമ്പോൾ ഏതാ? ഇങ്ങോട്ടാണ് വരുന്നത് അല്ലേ. അപ്പോൾ എക്സിന്റെ -1 ഇതാണ്. അപ്പോൾ എക്സിന് -1ഉം പി ഓഫ് എക്സിന് +1ഉം കിട്ടുന്നത് എവിടെയാണ്?
ഇവിടാണല്ലേ, ഈ ഒരു ഭാഗത്താണ്. അടുത്തതായിട്ട് എക്സിന് -2 കൊടുത്തു. എക്സിന് -2 എന്ന് പറയുമ്പം ഇത് അവിടെ നിന്ന് നമുക്ക് കിട്ടിയ ആൻസർ എന്താണ്? പി ഓഫ് എക്സ് എന്ന് പറയുന്നത് 4 ആണ്. അപ്പോൾ പി ഓഫ് എക്സ് 4 എന്ന് പറയുമ്പം ഈ ഒരു ഭാഗമാണല്ലേ. അപ്പം നമുക്ക് കിട്ടിയ പോയിന്റ്സ് ഇങ്ങനെയാണ് കാണപ്പെടുന്നത്. ഇനി നമുക്ക് ഈ പോയിന്റ്സിനെ ജോയിൻ ചെയ്യിപ്പിക്കാം അല്ലെ, കൂട്ടി യോജിപ്പിക്കാം. നമുക്ക് കൂട്ടി യോജിപ്പിച്ചപ്പോൾ കിട്ടിയ ഷേപ്പ് ഇതാണ്. അപ്പോൾ ഒരു സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലിൻ്റെ അല്ലെങ്കിൽ രണ്ടാം കൃതി ബഹുപദത്തിൻ്റെ ഗ്രാഫ് ഇങ്ങനെയായിരിക്കും കിട്ടുന്നത്. അപ്പോൾ ഇവിടുത്തെ പ്രത്യേകത എന്താണ്? ആദ്യം ഒരു വലിയ വാല്യൂ കിട്ടുന്നത് അല്ലേ, അതിൽ നിന്ന് വാല്യൂ ചെറുതായിട്ട് വന്നിട്ട് പിന്നീട് എന്താണ്, വീണ്ടും അത് മുകളിലോട്ട് വരുവാണ്. അതായത് ആദ്യം മാക്സിമത്തിൽ നിന്ന് മിനിമത്തിലോട്ട് വരും, അതിനുശേഷം വീണ്ടും എന്താണ്, മാക്സിമത്തിലോട്ട് പോവുകയാണല്ലേ. അപ്പോൾ ഇങ്ങനെയായിരിക്കും ഒരു സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ അല്ലെങ്കിൽ രണ്ടാം കൃതി ബഹുപദത്തിൻ്റെ ഗ്രാഫ് കിട്ടുന്നത്. അപ്പോൾ പി ഓഫ് എക്സ് ഇസിക്കൽ ടു എക്സ് സ്ക്വയർ എന്ന് പറയുന്ന പോളിനോമിയലിൻ്റെ ഗ്രാഫാണിത്. അപ്പോൾ നമുക്ക് പേജ് നമ്പർ 221 ക്വസ്റ്റ്യൻസ് നോക്കാം. ഈ ക്വസ്റ്റ്യനിൽ രണ്ടാം കൃതി ബഹുപദങ്ങളുടെ ചിത്രങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. അതായത് സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽസിൻ്റെ ഗ്രാഫ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. നമുക്കിവിടെ എന്താ കണ്ടുപിടിക്കേണ്ടത്? പോളിനോമിയൽസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഒന്നാമത്തെ ഗ്രാഫ് ഇതാണ്. അപ്പോൾ നമുക്ക് ഈ പോയിന്റുകളിലെ എക്സും പി ഓഫ് എക്സും കണ്ടുപിടിക്കാം അല്ലേ. നമുക്കറിയാം ഈ ഹൊറിസോണ്ടൽ ആക്സിസിലുള്ള, അതായത് ഈ ലൈനിലുള്ളതാണ് എക്സിൻ്റെ വിലയും, അതുപോലെ തന്നെ ഈ വെർട്ടിക്കൽ ആക്സിസിലുള്ളതെല്ലാം പി ഓഫ് എക്സിൻ്റെ വിലയുമാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു പോയിന്റിൽ എക്സും പി ഓഫ് എക്സും കണ്ടുപിടിക്കാം. ഈ ഒരു ഹൊറിസോണ്ടൽ ലൈനിൽ ഇവിടെ എക്സ് എത്രയാണ്? 0 ആണല്ലേ, 0. അതുപോലെ തന്നെ പി ഓഫ് എക്സ് എത്രയായിരിക്കും? പി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ വെർട്ടിക്കലാണ്, വെർട്ടിക്കലായിട്ട് വരുന്ന ഈ ഒരു ആക്സിസിലെയാണ്. അപ്പോൾ പി ഓഫ് എക്സ് ഇവിടെ എത്രയാണ്? 3 ആണല്ലേ. അപ്പോൾ എക്സ് എന്ന് പറയുന്നത് 0 ആണ്, പി ഓഫ് എക്സ് എന്ന് പറയുന്നത് 3 ആണ്. അടുത്ത് നമുക്ക് ഈ പോയിന്റിൽ എക്സിൻ്റെയും പി ഓഫ് എക്സിൻ്റെയും വില കണ്ടുപിടിക്കാം. അതായത് ഈ ഒരു പോയിന്റിൽ എക്സ് എന്ന് പറയുന്നത് എന്താണ്? ഈ ഹൊറിസോണ്ടൽ ലൈനിൽ കിടക്കുന്ന വില 1 ആണല്ലേ, 1. അതുപോലെ തന്നെ പി ഓഫ് എക്സ് എന്താണ്? അതായത് 0യിൽ നിന്ന് മുകളിലോട്ട് പോയിട്ടില്ലല്ലോ, 0 തന്നെയാണല്ലേ. അപ്പം പി ഓഫ് എക്സ് 0 ആണ്. അപ്പോൾ അടുത്തതായിട്ട് ഈ ഒരു പോയിന്റ് നോക്കിയേ. ഈ ഒരു പോയിന്റിൽ എക്സ് എന്ന് പറയുന്നത് എത്രയാണ്? 3 ആണല്ലേ. പി ഓഫ് എക്സ് വീണ്ടും എന്ത് തന്നെയാണ്? പി ഓഫ് എക്സ് മുകളിലോട്ടോ താഴോട്ടോ പോയെങ്കിൽ മാത്രമേ മാറത്തുള്ളൂ. മുകളിലോട്ടും പോയിട്ടില്ല, താഴോട്ടും പോയിട്ടില്ല. എക്സ് എന്ന് പറയുന്ന ആക്സിസിൽ തന്നെയാണ് അല്ലേ. അപ്പോൾ ഇവിടെ പി ഓഫ് എക്സ് എത്രയായിരിക്കും? 0 തന്നെ ആയിരിക്കും. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് എക്സിൻ്റെയും പി ഓഫ് എക്സിൻ്റെയും വില ഒന്ന് എഴുതാം. എക്സ് ഈക്വൽ ടു 0 ആയപ്പോൾ, ഇതാണ് എക്സ് ഈക്വൽ ടു 0. എക്സ് ഈക്വൽ ടു 0 ആയപ്പോൾ പി ഓഫ് എക്സ് എന്തായിരുന്നു? പി ഓഫ് എക്സ് എന്ന് പറയുന്നത് 3 ആണല്ലേ. പി ഓഫ് എക്സ് ഈക്വൽ ടു 3 ആണ്. അടുത്ത എന്താണ്? എക്സ് ഈക്വൽ ടു 1. എക്സ് ഈക്വൽ ടു 1 ആയപ്പോൾ എന്താണ്? പി ഓഫ് എക്സ് എത്രയായിരുന്നു? 0 ആണല്ലേ. അതുപോലെ തന്നെ എക്സ് ഈക്വൽ ടു 3 ആയപ്പം പി ഓഫ് എക്സ് എത്രയാണ്? വീണ്ടും 0 ആണ്. അതുപോലെ തന്നെ ഈ ഗ്രാഫ് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇതൊരു കർവ്ഡ് ലൈനാണ് അല്ലേ, ഒരു വളഞ്ഞ രേഖയാണ്. അതായത് ഈ ഗ്രാഫ് സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ ആണ്, നമുക്കറിയാമല്ലോ. അപ്പോൾ നമുക്ക് സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലിന്റെ ഇക്വേഷൻ അറിയാമല്ലോ. പി ഓഫ് എക്സ് ഈക്വൽ ടു എന്താണ്? ax² പ്ലസ് bx പ്ലസ് c എന്നാണ്. അപ്പോൾ ഇവിടെ നമുക്ക് പി ഓഫ് എക്സിന് പകരം നമുക്ക് 0 കൊടുക്കാം അല്ലേ, 0 ഈക്വൽ ടു 3. അതുപോലെ തന്നെ ഇവിടെ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? പി ഓഫ് എക്സിന് പകരം 1 കൊടുക്കാം അല്ലേ, പി ഓഫ് 1 ഈക്വൽ ടു 0. ഇവിടെ എന്താണ്? പി ഓഫ് എക്സിന് പകരം എന്താണ്? 3 കൊടുക്കാം, 3 ഈക്വൽ ടു 0. അപ്പോൾ നമുക്കിവിടെ എയുടെയും ബിയുടെയും സിയുടെയും വില കിട്ടിയെങ്കിൽ മാത്രമേ ഈ ഒരു സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലിൻ്റെ ഇക്വേഷൻ കിട്ടത്തുള്ളൂ അല്ലേ, ഈ ഒരു രണ്ടാം കൃതി ബഹുപദത്തിൻ്റെ ഇക്വേഷൻ കിട്ടത്തുള്ളൂ. അപ്പോൾ ആദ്യം നമുക്ക് പി ഓഫ് 0 ഈക്വൽ ടു 3 എടുക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? എക്സ് എവിടെയൊക്കെ ഉണ്ടോ, അതായത് നമ്മുടെ പി ഓഫ് എക്സ് എന്ന് പറയുന്ന ഈ ഇക്വേഷനിൽ എക്സ് എവിടെയൊക്കെ ഉണ്ടോ അവിടെ എല്ലാം എന്ത് ഇട്ട് കൊടുക്കാം? 0 ഇട്ട് കൊടുക്കാം അല്ലേ. പി ഓഫ് എക്സ് എന്ന് പറയുന്നത് ax² പ്ലസ് bx പ്ലസ് c ആണെങ്കിൽ പി ഓഫ് 0 എന്ന് പറയുന്നത് എന്തായിരിക്കും? എക്സിൻ്റെ സ്ഥാനത്തെല്ലാം 0 ആവും. അതായത് a ഇൻറ്റു 0യുടെ സ്ക്വയർ പ്ലസ് b ഇൻറ്റു 0 പ്ലസ് c. ഇനി ഇതിൻ്റെ വില എന്താണ്? 3 ആണല്ലേ, ഈക്വൽ ടു 3. a ഇൻറ്റു 0ൻ്റെ സ്ക്വയർ അതെന്തായിട്ട് മാറും? 0 ആയിട്ട് മാറും. b ഇൻറ്റു 0 0 പ്ലസ് c ഈക്വൽ ടു 3. അതായത് നമുക്ക് ഇവിടെ നിന്ന് എന്ത് കിട്ടും? ഇത് രണ്ടും അങ്ങ് പോകുമല്ലോ, അപ്പോൾ c ഈക്വൽ ടു 3 എന്ന് കിട്ടും. അടുത്ത് നമുക്ക് പി ഓഫ് 1 ഈക്വൽ ടു 0 എടുക്കാം. പി ഓഫ് 1 ഈക്വൽ ടു 0, അതായത് എക്സിൻ്റെ സ്ഥാനത്ത് പി ഓഫ് എക്സ് എന്ന് പറയുന്ന ഈ പോളിനോമിയലിൽ എക്സിൻ്റെ സ്ഥാനത്തൊക്കെ നമുക്ക് എന്ത് കൊടുക്കാം? 1 ഇട്ട് കൊടുക്കാം അല്ലേ. അപ്പോൾ a ഇൻറ്റു 1ൻ്റെ സ്ക്വയർ പ്ലസ് b ഇൻറ്റു 1 പ്ലസ് c ഈക്വൽ ടു 0. അതായത് a ഇൻറ്റു 1ൻ്റെ സ്ക്വയർ, 1ൻ്റെ സ്ക്വയർ എന്താണ്? 1 ആണല്ലേ. അതായത് a ഇൻറ്റു 1 എന്ന് പറഞ്ഞാൽ a തന്നെയാണ്, പ്ലസ് b ഇൻറ്റു 1 എന്താണ്? b പ്ലസ് സിയുടെ വില നമ്മൾ കണ്ടുപിടിച്ചു
3 ഈക്വൽ ടു 0. ഇനി എ പ്ലസ് ബി എഴുതിയാലോ? എ പ്ലസ് ബി ഈക്വൽ ടു ഈ 3 അങ്ങ് അപ്പുറത്ത് പോകും അല്ലേ? ഇത് പോസിറ്റീവ് 3 ആണ്, അപ്പുറത്ത് വരുമ്പോൾ എന്തായിട്ട് മാറും? നെഗറ്റീവ് 3 ആയിട്ട് വരും. ഇത് ഇക്വേഷൻ നമ്പർ 1 ആയിട്ട് എടുക്കാം. അടുത്ത നമുക്ക് പി ഓഫ് 3 ഈക്വൽ ടു 0 എടുക്കാം അല്ലേ? പി ഓഫ് 3 ഈക്വൽ ടു 0. അതായത് എക്സിൻ്റെ സ്ഥാനത്ത് ഈ ഒരു ഇക്വേഷനിൽ എക്സിൻ്റെ സ്ഥാനത്ത് 3 ആണ് വന്നേക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ എക്സ് റൈറ്റ് സൈഡിലെ എക്സിൻ്റെ സ്ഥാനത്ത് എന്ത് തന്നെ വരണം? 3 തന്നെ വരണം. എ ഇൻറ്റു 3യുടെ സ്ക്വയർ പ്ലസ് ബി ഇൻറ്റു 3 പ്ലസ് സി ഈക്വൽ ടു എന്താണ്? 0 ആണല്ലേ? അതായത് എ ഇൻറ്റു 3യുടെ സ്ക്വയർ എന്താണ്? 9. 3 ഇൻറ്റു 3 9 പ്ലസ് ബി ഇൻറ്റു 3 3b പ്ലസ് സി ഈക്വൽ ടു 0. അതായത് എ ഇൻറ്റു 9 എന്ന് പറഞ്ഞാൽ 9a പ്ലസ് 3b പ്ലസ് സി. സിയുടെ വില എന്താണ്? സിയുടെ വില നമുക്കറിയാമല്ലോ 3 ആണല്ലേ? 3 ഈക്വൽ ടു 0. ഈ 3 എണ്ണത്തിലും 3 കോമൺ ഉണ്ടല്ലോ, നമുക്കൊരു 3യെ കോമൺ ആയിട്ട് എടുക്കാം. അപ്പോൾ നമുക്ക് ഈ 3 എണ്ണത്തിൽ നിന്നും 3നെ ഇഞ്ഞ് കോമൺ എടുക്കാം. അപ്പോൾ 3നെ കോമൺ എടുക്കുമ്പോൾ ഇവിടെ ഇനി എന്തുണ്ട്? നമുക്കറിയാം 3 ഇൻറ്റു 3 ആണ് 9 അല്ലേ? അപ്പോൾ ആ 9ൽ നിന്ന് ഒരു 3യെ ഇഞ്ഞെടുത്താൽ ബാക്കി എന്തുണ്ട്? 3 ഉണ്ടല്ലേ? 3a പ്ലസ് 3b. 3bയിൽ നിന്നും 3a ഇഞ്ഞ് പുറത്തെടുത്താൽ പിന്നെ അവിടെ 1 ഉള്ളല്ലേ? അതായത് ba ഉള്ളൂ. പ്ലസ് ഇനി ഇവിടുന്ന് നമ്മൾ ഇതുപോലെ തന്നെ 3a ഇഞ്ഞ് പുറത്തെടുത്തു. അപ്പോൾ എന്തേ ഉള്ളൂ? 1 ഉള്ളല്ലേ? ഈക്വൽ ടു 0. അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് 3a അപ്പുറത്ത് കൊണ്ടുപോകാം അല്ലേ? അതായത് 3a പ്ലസ് ബി പ്ലസ് 1 ഈക്വൽ ടു 0. ഇവിടെ ഇൻറ്റു ആണല്ലോ, മൾട്ടിപ്ലിക്കേഷൻ ആണല്ലോ. അതായത് ഇപ്പുറത്ത് വരുമ്പോൾ എന്താവും? ഡിവിഷൻ വരും. അതായത് 0 തന്നെയാണ്. അടുത്തതായിട്ട് 3a പ്ലസ് ബി ഈക്വൽ ടു ഈ പ്ലസ് 1നെ നമ്മൾ 0യുടെ അടുത്തോട്ട് അപ്പുറത്തെ സൈഡിലോട്ട് കൊണ്ടുപോകും. അല്ലെങ്കിൽ ഇവിടെ ഒരു സ്റ്റെപ്പ് കൂടെ എഴുതാം. 1 ഈക്വൽ ടു 0 എന്ന് കിട്ടും. അതായത് 3a പ്ലസ് ബി ഈക്വൽ ടു ഈ പ്ലസ് 1നെ അപ്പുറത്ത് കൊണ്ടുപോകുമ്പോൾ എന്താവും? -1 ആവും അല്ലേ? അപ്പോൾ നമുക്കിവിടെ ഇക്വേഷൻ നമ്പർ 2 കിട്ടി. അപ്പോൾ ഇവിടെ നമുക്ക് 2 ഇക്വേഷൻസ് കിട്ടി അല്ലേ? ഇക്വേഷൻ 1ഉം ഇക്വേഷൻ 2ഉം. ഈ 2 ഇക്വേഷനെ നമ്മൾ സോൾവ് ചെയ്തിട്ട് എയുടെയും ബിയുടെയും വില കണ്ടുപിടിക്കാൻ പോവാണ്. ഈ 2 ഇക്വേഷനിലും ബി ഉണ്ടല്ലേ? ഈ ബി അങ്ങ് കളയണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി? ഇതിനെ സബ്ട്രാക്ട് ചെയ്താൽ മതിയല്ലോ, കാരണം രണ്ടും പോസിറ്റീവ് ആണല്ലേ? അപ്പോൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഇക്വേഷൻ 2നെ ഇക്വേഷൻ 1 കൊണ്ട് സബ്ട്രാക്ട് ചെയ്യാൻ പോവാം. അപ്പോൾ ഇക്വേഷൻ 2 മൈനസ് ഇക്വേഷൻ 1 അതാണ് ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതായത് ഇക്വേഷൻ 2 എന്താണ്? ഇക്വേഷൻ 2 എന്ന് പറയുന്നത് 3a പ്ലസ് ബി ഈക്വൽ ടു -1. അടുത്ത ഇക്വേഷൻ 1 എന്താണ്? a പ്ലസ് ബി ഈക്വൽ ടു -3. അപ്പോൾ ഇതാണ് ഇക്വേഷൻ 2, ഇത് ഇക്വേഷൻ 1. ഇതിനെ രണ്ടിനെയും കൂടെ നമ്മൾ എന്ത് ചെയ്യാൻ പോവാം? സബ്ട്രാക്ട് ചെയ്യാൻ പോവാം, അതായത് കുറയ്ക്കാൻ പോവാം. കുറയ്ക്കുമ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്യണം, ഇവിടെ സബ്ട്രാക്ഷൻ ആണ്. അപ്പോൾ എല്ലാ സൈനിൻ്റെയും മുകളിൽ ഒരു മൈനസ് ഇട്ടോണം, നമ്മൾ കുറയ്ക്കുവാണല്ലോ. അപ്പോൾ 3a മൈനസ് a, 3aയിൽ നിന്നും ഒരു a അങ്ങ് കുറയ്ക്കുവാണെങ്കിൽ എന്തായിരിക്കും? 2a ആയിരിക്കും അവിടെ അല്ലേ? അപ്പോൾ ഇവിടെ എന്ത് കിട്ടും? 2a. അടുത്തതായിട്ട് b മൈനസ് പ്ലസ് ബി എന്നാണ്. b മൈനസ് പ്ലസ് ബി. ഈ മൈനസ് ഈ പ്ലസും കൂടെ എന്താവും? മൈനസ് ആവും അല്ലേ? അതായത് b മൈനസ് ബി എന്നാവും. b മൈനസ് ബി എന്താണ്? 0 ആണല്ലേ? അതായത് അവിടെ +0 ഈക്വൽ ടു ഇനി അടുത്ത നോക്കിയേ, -1 മൈനസ് ഓഫ് -3 എന്നാണല്ലേ? അതായത് -1 മൈനസ് ഓഫ് -3. ഈ മൈനസ് എന്താവും? പ്ലസ് ആവും. അതായത് നോക്കിയേ, -1 ഇത് രണ്ടും എന്തായി? പ്ലസ് ആയി, +3. ഇനി നോക്കിയേ, ഒരു പോസിറ്റീവും ഒരു നെഗറ്റീവും. എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്? വലുതിൽ നിന്ന് ചെറുത് കുറയ്ക്കുക, വലുതിൻ്റെ സൈൻ. അതായത് 3ൽ നിന്ന് 1 കുറയ്ക്കുക, 2. വലുത് ഏതാണ്? പോസിറ്റീവ് ആണല്ലേ? പോസിറ്റീവിൻ്റെ സൈൻ പോസിറ്റീവ് തന്നെ. അപ്പോൾ ഇവിടെ എന്ത് കിട്ടും? 2 എന്ന് കിട്ടും. അതായത് 2a ഈക്വൽ ടു 2 എന്ന് കിട്ടുമല്ലോ. ദാറ്റ് ഇംപ്ലൈസ് എയുടെ വില എന്ത് കിട്ടും? ഈ 2നെ ഇപ്പുറത്ത് കൊണ്ടുവരും അല്ലേ? 2/2 വിച്ച് ഈസ് ഈക്വൽ ടു 1. അപ്പോൾ എയുടെ വില നമുക്ക് എന്ത് കിട്ടി? 1 എന്ന് കിട്ടി. അപ്പോൾ നമുക്കിവിടെ എയുടെ വില കിട്ടി അല്ലേ? ഇനി ബിയുടെ വിലയും കൂടെ കിട്ടിയാൽ മതിയല്ലോ. ബിയുടെ വില കിട്ടാൻ എന്ത് ചെയ്താൽ മതി? ഒന്നെങ്കിൽ എയുടെ വില ഇക്വേഷൻ നമ്പർ 2ൽ കൊടുക്കുക, അല്ലെങ്കിൽ എയുടെ വില ഇക്വേഷൻ നമ്പർ 1ൽ കൊടുക്കുക. ഇക്വേഷൻ നമ്പർ 1ലോ ഇക്വേഷൻ നമ്പർ 2ലോ നമുക്ക് കിട്ടിയ എയുടെ വില കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടിക്കോളും? ബിയുടെ വില കിട്ടിക്കോളും അല്ലേ? അപ്പോൾ നമുക്കിവിടെ ഇക്വേഷൻ നമ്പർ 1 തന്നെ എടുക്കാം. ഇക്വേഷൻ നമ്പർ 1 ഇംപ്ലൈസ് 1 എന്തുവായിരുന്നു? a പ്ലസ് ബി ഈക്വൽ ടു -3 എന്നാണല്ലേ? അതായത് എയുടെ വില നമുക്ക് കിട്ടി 1 എന്നാണ്. 1 കിട്ടിയല്ലോ. പ്ലസ് ബി ഈക്വൽ ടു -3. അതായത് ഈ 1നെ നമുക്ക് അപ്പുറത്തോട്ട് കൊണ്ടുപോകാമല്ലോ. ബി ഈക്വൽ ടു
റൈറ്റ് സൈഡിൽ എന്ത് കിടപ്പുണ്ട്? വലത് സൈഡിൽ -3 കിടപ്പുണ്ട്. ഇവിടെ നിന്ന് 1 അപ്പുറത്ത് പോകുമ്പോൾ -1 ആവും അല്ലേ? -3 -1 രണ്ടും എന്താണ്? നെഗറ്റീവ് നമ്പേഴ്സ് ആണ്. എന്താ ചെയ്യേണ്ടത്? രണ്ടും കൂടെ കൂട്ടുക, സെയിം സൈൻ തന്നെ, നെഗറ്റീവ് സൈൻ തന്നെ കൊടുക്കുക. അപ്പൊ ബിയുടെ വില നമുക്ക് എന്ത് കിട്ടും? -4 എന്ന് കിട്ടും. സോ ദ പോളിനോമിയൽ ഈസ് പി ഓഫ് എക്സ് എന്താണ്? ax² പ്ലസ് bx പ്ലസ് c ആണല്ലേ? അപ്പൊ എയുടെ സ്ഥാനത്ത് നമുക്ക് എന്ത് കൊടുക്കാം? 1 കൊടുക്കാം. അതായത് x². 1 എന്ന് കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. x². 1 ഇൻറ്റു x² എന്ന് വെച്ചാൽ x² തന്നെയാണ്. x² പ്ലസ് b എന്ന് പറഞ്ഞാൽ -4 ആണല്ലേ? -4x പ്ലസ് c എന്ന് പറഞ്ഞാൽ എന്താണ്? c 3 ആണല്ലേ? +3 ആണ്. അതായത് x². ഈ പോസിറ്റീവ് നെഗറ്റീവിടെ ചേരുമ്പോൾ എന്താവും? നെഗറ്റീവ് ആവും അല്ലേ? ഇവർ തമ്മിൽ ഈ സൈൻ തമ്മിൽ മൾട്ടിപ്ലിക്കേഷനിലാണ്. അപ്പം ഒരു പോസിറ്റീവ് ഒരു നെഗറ്റീവിടെ ചേരുമ്പം -4x പ്ലസ് 3. അപ്പോൾ ഇതാണ് പി ഓഫ് എക്സ്. അപ്പോൾ ബഹുപദം പി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? x² - 4x പ്ലസ് 3 എന്നാണ്. അപ്പോൾ അടുത്ത രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ്റെ ഗ്രാഫാണിത്. ഈ റെഡ് കർവ് കണ്ടല്ലോ. ഈ റെഡ് കർവിലെ ഏതെങ്കിലും 3 പോയിന്റ്സ് നമുക്ക് കണ്ടുപിടിക്കണം അല്ലേ? എക്സിന്റെയും പി ഓഫ് എക്സിന്റെയും 3 പോയിന്റ്സ് കണ്ടുപിടിക്കണം. അപ്പൊ നോക്കിയേ, ഇത് ഹൊറിസോണ്ടൽ ലൈൻ ആണല്ലേ? അതായത് എക്സ് ആക്സിസിൽ എന്തിന്റെ വാല്യൂസ് ആണ് കൊടുക്കുന്നത്? എക്സിന്റെ വാല്യൂസ് ആണല്ലേ? അതുപോലെ തന്നെ ഇത് വെർട്ടിക്കൽ ലൈൻ ആണ്, അതായത് കുത്തനെയുള്ള ലൈൻ ആണ്. ആ കുത്തനെയുള്ള ലൈനിനകത്തിൽ പി ഓഫ് എക്സിന്റെ വിലയുമാണ് കൊടുക്കുന്നത്. അപ്പൊ നമ്മൾ ഇവിടെ എടുക്കുന്ന 3 പോയിന്റ്സ് ഒന്ന് ഇതെടുക്കാം അല്ലേ? അപ്പം ഈ പോയിന്റിൽ എക്സിന്റെ വില എന്തായിരിക്കും? നോക്കിയേ, എക്സ് ആക്സിസ് എന്ന് പറയുന്നത് ഇതാണല്ലേ? അവിടെ 0 ആണ്. മുകളിലോട്ടോ താഴോട്ടോ പോവുകയാണെങ്കിൽ പി ഓഫ് എക്സിന്റെ വിലയല്ലയോ മാറുന്നത്? റൈറ്റിലോട്ടോ അല്ലെങ്കിൽ ലെഫ്റ്റിലോട്ടോ പോവുകയാണെങ്കിലാണ് എക്സിന്റെ വില മാറുന്നത്. ഇവിടെ എക്സിന്റെ വില മാറുന്നുണ്ടോ? എക്സ് എന്ന് പറയുന്നത് 0 തന്നെയാണല്ലേ? മുകളിലോട്ട് പോകുന്നത് പി ഓഫ് എക്സിന്റെ വില മാറുന്നതനുസരിച്ചാണ്. അപ്പൊ എക്സ് എന്താണ്? 0 ആണ്. അതുപോലെ തന്നെ പി ഓഫ് എക്സ് എന്താണ്? മുകളിലോട്ട് പോകുന്നുണ്ട്. അതായത് 4ലാണ് പി ഓഫ് എക്സ്. അപ്പൊ എന്താണ്? എക്സിന്റെ വില 0 ആണ്, പി ഓഫ് എക്സിന്റെ വില 4 ആണ്. അടുത്ത ഈ പോയിന്റ് നോക്കിയാലോ, എക്സ് മാറുന്നുണ്ടല്ലയോ? 0യിൽ നിന്നും 1ലോട്ട് മാറുന്നുണ്ട്. അപ്പൊ എക്സിന്റെ വില എന്താണ്? 1. പി ഓഫ് എക്സിന് യാതൊരു മാറ്റവും ഇല്ല. പി ഓഫ് എക്സ് ഈ സെയിം ലൈനിൽ തന്നെയാണ് അല്ലെ? പി ഓഫ് എക്സിന്റെ വില അവിടെ 0 ആണ്. അടുത്ത ഈ പോയിന്റ് നോക്കിയാലോ, ഈ പോയിന്റിൽ എക്സ് എന്ന് പറയുന്നത് 2 അല്ലെ? എക്സ് എന്ന് പറയുന്നത് 2 ആണ്. അതുപോലെ തന്നെ പി ഓഫ് എക്സ് മുകളിലോട്ടോ താഴോട്ടോ മാറിയിട്ടില്ല. ഈ 0 എന്ന് പറയുന്ന ഈ ലൈനിൽ തന്നെയാണ്. അപ്പം പി ഓഫ് എക്സ് എന്താണ്? 0 ആണല്ലേ? അപ്പൊ എക്സിനും പി ഓഫ് എക്സിനും നമുക്ക് 3 വില കിട്ടിയിട്ടുണ്ട്. അപ്പൊ ആദ്യം നമുക്ക് എക്സിന് 0 എന്ന് പറയുന്ന വില ഇട്ട് കൊടുക്കാം. എക്സ് = 0. അപ്പൊ നമുക്ക് എക്സിന് 0 കൊടുക്കുമ്പോൾ പി ഓഫ് എക്സിന്റെ വില എന്തായിരിക്കും? പി ഓഫ് എക്സ് എന്ന് പറയുന്നത് നോക്കിയേ, എക്സിന് 0 കൊടുത്തപ്പോൾ പി ഓഫ് എക്സ് എന്തായിരുന്നു? 4 ആണല്ലേ? അതായത് പി ഓഫ് എക്സിന്റെ സ്ഥാനത്ത് എന്ത് കൊടുക്കാം? 0 എന്ന് കൊടുക്കാം. പി ഓഫ് 0 എന്ന് പറയുന്നത് 4 എന്ന് കിട്ടും. അടുത്ത നോക്കിയേ, എക്സിന് നമുക്ക് 1 ഇട്ട് കൊടുക്കാം അല്ലെ? എക്സിന്റെ അടുത്ത വില 1 ആണ്. എക്സിന്റെ അടുത്ത വില 1 ആണെങ്കിൽ പി ഓഫ് എക്സ് എന്തായിരിക്കും? പി ഓഫ് എക്സ് = 0 ആയിരിക്കും അല്ലെ? പി ഓഫ് എക്സ് = 0. അതായത് പി ഓഫ് എക്സിന്റെ സ്ഥാനത്ത് എന്ത് കൊടുക്കാം? 1 ഇട്ട് കൊടുക്കാം. 1 = 0 എന്ന് കിട്ടുമല്ലോ. അടുത്ത വില എന്ന് പറയുന്നത് എക്സിന് 2 ഇട്ട് കൊടുക്കുക അല്ലെ? അതായത് പി ഓഫ് എക്സ്, എക്സിന് 2 കൊടുക്കുമ്പോൾ പി ഓഫ് എക്സ് എന്തായിരിക്കും? 0 ആയിരിക്കും അല്ലേ? അതായത് പി ഓഫ് എക്സിന്റെ സ്ഥാനത്ത് എന്ത് കൊടുക്കാം? 2 എന്ന് കൊടുക്കാം. 2 = 0. നമുക്കറിയാം പി ഓഫ് എക്സ് എന്ന് പറയുന്ന പോളിനോമിയൽ ഏത് ഡിഗ്രി ആയിരിക്കും? സെക്കൻഡ് ഡിഗ്രി ആയിരിക്കും അല്ലേ? കാരണം ഇതൊരു കർവാണ്. കർവ് ആയതുകൊണ്ട് ഇത് സെക്കൻഡ് ഡിഗ്രി ആയിരിക്കും. പി ഓഫ് എക്സ് എന്ന് പറയുന്നത് ഇതൊരു സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ, ഇത് രണ്ടാം കൃതി ബഹുപദം ആയതുകൊണ്ട് അതിന്റെ ഇക്വേഷൻ എങ്ങനെ എഴുതുന്നത്? ax² പ്ലസ് bx പ്ലസ് c എന്നായിരിക്കും. അപ്പൊ നമ്മൾ ഇനി ആദ്യം ഇതെടുക്കാൻ പോവാണ്. പി ഓഫ് 0 എന്ന് പറയുന്നത് എന്താണ്? പി ഓഫ് 0 എന്ന് പറയുന്നത് 4 ആണല്ലേ? അപ്പൊ ഇവിടെ നോക്കിയേ, എക്സിന്റെ സ്ഥാനത്ത് 0 ഇട്ട് കൊടുത്തല്ലേ? അപ്പൊ ഈ ഒരു ഇക്വേഷനിൽ നമ്മുടെ ഈ പോളിനോമിയലിന്റെ ഈ ഇക്വേഷനകത്തിൽ എക്സിന്റെ സ്ഥാനത്തല്ല എന്തിട്ട് കൊടുക്കാം? നമുക്ക് 0 ഇട്ട് കൊടുക്കാമല്ലോ. അതായത് ax², a ഇൻറ്റു എക്സിന്റെ സ്ഥാനത്ത് എന്ത് കൊടുക്കാം? 0 കൊടുക്കാം അല്ലെ? 0യുടെ സ്ക്വയർ പ്ലസ് b ഇൻറ്റു 0 പ്ലസ് c = എന്താണ്? 4 ആണല്ലേ? അതിന്റെ വാല്യൂ 4 ആണ്. അപ്പൊ a ഇൻറ്റു 0യുടെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 0 തന്നെയാണല്ലേ? 0 തന്നെ ആയിരിക്കും. a ഇൻറ്റു 0 എന്ന് പറഞ്ഞാൽ എന്താണ്? 0 ആണ്. 0 പ്ലസ് b ഇൻറ്റു 0 0 പ്ലസ് c = 4. അതായത് നമുക്ക് എന്ത് കിട്ടും? സിയുടെ വില കിട്ടും അല്ലെ? c = 4 എന്ന് കിട്ടും. അപ്പൊ ഇവിടുത്തെ ഈ പോളിനോമിയലിലെ കോൺസ്റ്റന്റ്, അതായത് സിയുടെ വില നമുക്ക് 4 എന്ന് കിട്ടി. അടുത്തത് നമ്മൾ എടുക്കാൻ പോകുന്നത് പി ഓഫ് 1 = 0 എന്നുള്ള ഇക്വേഷൻ ആണ്. പി ഓഫ് 1 = 0. ദാറ്റ് ഇംപ്ലൈസ് എന്തായിരിക്കും നമ്മൾ ഇനി ചെയ്യുന്നത്?
എക്സിൻ്റെ സ്ഥാനത്തെല്ലാം 1 ഇട്ട് കൊടുക്കും അല്ലേ. പി ഓഫ് 1 ഈക്വൽ ടു 0 ആണെങ്കിൽ എക്സിൻ്റെ സ്ഥാനത്ത് 1 വന്നു. അപ്പോൾ ഇവിടെ ഉള്ള എക്സിൻ്റെ സ്ഥാനത്തെല്ലാം നമ്മൾ എന്തിട്ട് കൊടുക്കണം? 1 ഇട്ട് കൊടുക്കണം. അപ്പോൾ എ ഇൻറ്റു 1ൻ്റെ സ്ക്വയർ പ്ലസ് ബി ഇൻറ്റു 1 പ്ലസ് സി അല്ലേ, അതായത് ഈക്വൽ ടു 0. അതായത് എ ഇൻറ്റു 1 സ്ക്വയർ, എ ഇൻറ്റു 1 സ്ക്വയർ എന്ത് തന്നെയാണ്? 1ൻ്റെ സ്ക്വയർ 1 തന്നെയാണ്. 1 ഇൻറ്റു എ എന്ന് പറഞ്ഞാൽ എ ആയിരിക്കും. പ്ലസ് ബി ഇൻറ്റു 1 ബി പ്ലസ് സി. സിക്ക് നമ്മളിവിടെ വില കണ്ടുപിടിച്ചിട്ടുണ്ടല്ലേ 4. അപ്പം 4 ഈക്വൽ ടു 0. ഇനി എ പ്ലസ് ബി ഈക്വൽ ടു ഈ 4നെ അങ്ങ് അപ്പുറത്ത് കൊണ്ടുപോകാം അല്ലേ. അപ്പുറത്ത് കൊണ്ടുപോകുമ്പോൾ എന്തായിട്ട് മാറും? -4 ആയിട്ട് വരും. ഇക്വേഷൻ നമ്പർ 1. അപ്പോൾ എ പ്ലസ് ബി ഈക്വൽ ടു -4 എന്നുള്ളത് ഇക്വേഷൻ നമ്പർ 1. അടുത്ത് നമ്മൾ എടുക്കാൻ പോകുന്ന പി ഓഫ് 2 ഈക്വൽ ടു 0 എന്നുള്ള ഇക്വേഷൻ ആണ്. അതായത് പി ഓഫ് 2 എന്ന് പറയുമ്പം എക്സിന്റെ സ്ഥാനത്ത് എന്താ കൊടുത്തിരിക്കുന്നത്? 2 ആണ് കൊടുത്തിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ എക്സിന്റെ സ്ഥാനത്തെല്ലാം നമുക്ക് 2 കൊടുക്കാം. അപ്പോൾ എ ഇൻറ്റു 2ൻ്റെ സ്ക്വയർ പ്ലസ് ബി ഇൻറ്റു 2 പ്ലസ് സി ഈക്വൽ ടു എന്താണ്? 0 ആണല്ലേ. എ ഇൻറ്റു 2 സ്ക്വയർ, അതായത് 2ൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് 4 ആണ്. പ്ലസ് ബി ഇൻറ്റു 2 എന്ന് പറഞ്ഞാൽ എന്താണ്? 2b ആണല്ലേ. 2b പ്ലസ് സിയുടെ വില എന്താണ്? സിയുടെ വില 4 ഈക്വൽ ടു 0. എ ഇൻറ്റു 4 എന്ന് പറഞ്ഞാൽ എന്താണ്? 4a പ്ലസ് 2b പ്ലസ് 4 ഈക്വൽ ടു 0. അപ്പം ഈ 3 ടേംസിൽ നിന്ന് നമുക്ക് ഒരു 2നെ ഇനി കോമൺ എടുക്കാം അല്ലേ. 3 എടുത്ത് എന്തുണ്ട്? 2 ഉണ്ട്. അതായത് ഈ 3 ടേംസിൽ നിന്ന് നമ്മൾ 2നെ ഇനി കോമൺ എടുക്കുക. അപ്പം ഇനി ഇവിടെ എന്തോ ഉണ്ടെന്ന് നോക്കിയേ. 2 ഇൻറ്റു 2 ആണ് 4 അല്ലേ. അപ്പം ഇനി ബാക്കി എത്രയേ ഉള്ളൂ? 2 ആയിരിക്കും അല്ലേ. 2 ഇൻറ്റു 2 4 ആയിരിക്കും. പ്ലസ് ഇവിടെ നോക്കി, ഇവിടെ 2നെ ഇനി പുറത്തെടുത്താൽ ഇനി എന്തേ ഉള്ളൂ? ബി മാത്രമേ ഉള്ളൂ അല്ലേ. അതുപോലെ തന്നെ ഇവിടെ 2നെ പുറത്തെടുത്താലോ? അവിടെയും 2 ഉണ്ട്. ഈക്വൽ ടു 0. അപ്പം 3 എടുത്തു നമ്മൾ 2നെ ഇനി പുറത്തെടുത്തു. 2നെ ഇനി പുറത്തെടുക്കുക എന്ന് പറഞ്ഞാൽ തിരിച്ച് നമ്മൾ ഈ 2നെ അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പം ഈ ഒരു സ്റ്റെപ്പ് തന്നെ കിട്ടണം. നോക്കിയേ, 2 ഇൻറ്റു 2 4 കിട്ടിയല്ലോ. അതുപോലെ 2 ഇൻറ്റു ബി 2b, 2 ഇൻറ്റു 2 4 എല്ലാം ഓക്കെ ആണല്ലോ. അപ്പം ഇനി എന്താ ചെയ്യുന്നത്? ഈ 2നെ നമ്മൾ ഈക്വൽ സൈഡിന് അപ്പുറത്തോട്ട് കൊണ്ടുപോകാം. അതായത് 2a പ്ലസ് ബി പ്ലസ് 2 ഈക്വൽ ടു ഈ 2നെ അങ്ങ് അപ്പുറത്ത് കൊണ്ടുപോകുമ്പോൾ 0/2 എന്ന് വരും അല്ലേ. 0/2 0/2 എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയായിരിക്കും? 0 തന്നെയായിരിക്കും. അതായത് ഇനി ബാക്കി എന്താണ്? 2a പ്ലസ് ബി പ്ലസ് 2 ഈക്വൽ ടു 0 ആണല്ലേ. ഇനി നമുക്ക് 2a പ്ലസ് ബി എ ഇവിടെ നിർത്തിയിട്ട് ഈ പ്ലസ് 2നെ അങ്ങ് അപ്പുറത്ത് കൊണ്ടുപോകാമല്ലോ. അപ്പോൾ എന്തായിട്ട് വരും? അവിടെ -2 ആയിട്ട് വരും അല്ലേ. അപ്പോൾ ഇത് ഇക്വേഷൻ നമ്പർ 2 ആണ്. നമുക്കിവിടെ എയുടെയും ബിയുടെയും വില വേണം അല്ലേ. എയുടെയും ബിയുടെയും വില കിട്ടാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? പേഴ്സ് ഓഫ് ഇക്വേഷൻ പഠിച്ചായിരുന്നല്ലോ. അതിനകത്തിലെ പോലെ ഈ 2 ഇക്വേഷനും കൂടി ഇനി സോൾവ് ചെയ്താൽ മതി. അപ്പം നമുക്കിവിടെ ഇക്വേഷൻ നമ്പർ 2ൽ നിന്നും ഇക്വേഷൻ നമ്പർ 1 അങ്ങ് മൈനസ് ചെയ്യാം. അപ്പം ഇക്വേഷൻ നമ്പർ 2 ഏതാ? 2a പ്ലസ് ബി ഈക്വൽ ടു -2. ഇതാണ് ഇക്വേഷൻ നമ്പർ 2. ഇക്വേഷൻ നമ്പർ 1ഓ? a പ്ലസ് ബി ഈക്വൽ ടു -4. അത് ഇക്വേഷൻ നമ്പർ 1. ഇനി ഇത് മൈനസ് ചെയ്യുവാണ്, അതായത് 2 മൈനസ് 1 ആണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ഇവിടെ മൈനസ് സൈൻ കൊടുത്തിരിക്കണേ. മൈനസ് സൈൻ കൊടുക്കുമ്പോൾ നമുക്ക് വേഗത്തിൽ ചെയ്യാൻ പറ്റും. നോക്കിയേ, 2a മൈനസ് എ, 2aയിൽ നിന്നും ഒരു എ അങ്ങ് മൈനസ് ചെയ്യുമ്പോൾ എത്രയുണ്ട്? 1a അല്ലേ. ഒരു എ ആണുള്ളത്. ഇനി ബി മൈനസ് ബിയിൽ നിന്നും ബി മൈനസ് ചെയ്താൽ 0. ഇനി ഇവിടെ 0 കൊടുക്കണ്ടല്ലോ. ഈക്വൽ ടു അടുത്തത് -2 -4 എന്നാണ് അല്ലേ. ഈ മൈനസും ഈ മൈനസും കൂടെ എന്തായിട്ട് മാറും? പ്ലസ് ആയിട്ട് അങ്ങ് മാറും. അപ്പോൾ ഇവിടെ പ്ലസ് ആയി. -2 + 4, -2 + 4 എന്താണ്? ഒരു മൈനസും ഒരു പ്ലസും കൂടാണല്ലേ. അപ്പോൾ വലുതിൽ നിന്ന് ചെറുത് കുറയ്ക്കുക, വലുതിൻ്റെ സൈൻ കൊടുക്കുക. വലുത് ഏതാണ്? 4 ആണല്ലേ. 4ൽ നിന്ന് 2 കുറയ്ക്കുക, വലുതിൻ്റെ സൈൻ. 4ൽ നിന്ന് 2 പോകെ എത്രയാണ്? 2 ആണല്ലോ. വലുതിൻ്റെ സൈൻ എന്ന് പറഞ്ഞാൽ 4 ആണ് വലുത്, അതുകൊണ്ട് പ്ലസ് തന്നെയായിരിക്കും. അപ്പോൾ എയുടെ വില എന്ത് കിട്ടി? 2 എന്ന് കിട്ടി അല്ലേ. ഇനി അടുത്ത ബിയുടെ വില കിട്ടാൻ എന്ത് ചെയ്താൽ മതി? ഒന്നെങ്കിൽ ഇക്വേഷൻ 1-നകത്തിൽ എയുടെ വില ഇട്ട് കൊടുത്താൽ മതി, അല്ലെങ്കിൽ ഇക്വേഷൻ 2-നകത്തിൽ എയുടെ വില ഇട്ട് കൊടുത്താൽ മതി. നമുക്ക് ഇക്വേഷൻ 1-നകത്ത് കൊടുക്കാം. അപ്പോൾ എന്താണ്? ഇക്വേഷൻ 1-നകത്തിൽ എയുടെ വില ഇട്ട് കൊടുക്കുക അല്ലേ. എയുടെ വില ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 1 എന്ന് പറയുന്ന ഇക്വേഷൻ a പ്ലസ് ബി ആണല്ലേ. അപ്പോൾ എയ്ക്ക് പകരം എന്താണ്? 2 ആണ്. അവിടെ എയ്ക്ക് പകരം നമ്മൾ 2 കൊടുത്തു. എയുടെ വില 2 ആണല്ലോ. പ്ലസ് ബി ഈക്വൽ ടു -4. ഇതാണ് ഇക്വേഷൻ നമ്പർ 1.
ഇനി നമുക്ക് ഈ 2നെ അങ്ങ് അപ്പുറത്ത് കൊണ്ടുപോകാം അല്ലേ. അതായത് b ഈക്വൽ ടു -4. ഈ 2 പോസിറ്റീവ് ആണ്, ഇതങ്ങ് അപ്പുറത്ത് പോകുമ്പം നെഗറ്റീവ് ആവും. അതായത് 2 നെഗറ്റീവ് സംഖ്യകൾ ആഡ് ചെയ്യുന്നത് എങ്ങനെയാണ്, രണ്ടും കൂടെ ആഡ് ചെയ്യുക, നെഗറ്റീവ് സൈൻ കൊടുക്കുക അല്ലേ. അപ്പം 4 + 2 6 ആണ്, -6. അപ്പം ബിയുടെ വില എന്തോ കിട്ടി, -6 എന്ന് കിട്ടി. അപ്പം നമ്മുടെ ബഹുപദം പി ഓഫ് എക്സ് എന്ന് പറയുന്നത് ax² + bx + c എന്നായിരുന്നല്ലോ. അവിടെ എയുടെ സ്ഥാനത്ത് എന്ത് കൊടുക്കാം, a ഈക്വൽ ടു എന്തായിരുന്നു, 2 ആണല്ലേ. 2x² പ്ലസ് bx, ബിയുടെ സ്ഥാനത്ത് എന്താണ്, -6 ആണല്ലേ. -6x പ്ലസ് c എന്ന് പറയുന്നത് 4 ആയിരുന്നു, 4. അതായത് നമ്മൾ ഒന്നുകൂടി ഇന്ന് ഇതിനെ മാറ്റി എഴുതാം. പി ഓഫ് എക്സ് ഈക്വൽ ടു 2x². ഈ പ്ലസും ഈ മൈനസും കൂടെ വരുമ്പോൾ എന്ത് വരും, ഈ പ്ലസും മൈനസും ഇവിടെ മൾട്ടിപ്ലിക്കേഷനിലാണ്. അടുത്തടുത്ത് വരുന്ന ഈ സൈനുകൾ രണ്ടും ഗുണിക്കുവാണ്. അതുകൊണ്ട് എന്താണ്, ഒരു പ്ലസും മൈനസും കൂടെ വരുമ്പം മൈനസ് ആയിരിക്കും അല്ലേ. 6x + 4. ഇതാണ് നമ്മുടെ പോളിനോമിയൽ. അടുത്ത മൂന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ ഗ്രാഫാണിത്. അപ്പോൾ ഈ ഗ്രാഫിന്റെ പ്രത്യേകത എന്താണ്, നേരെ തിരിഞ്ഞാണല്ലേ. അതായത് താഴേക്കാണ് ഗ്രാഫ് കാണപ്പെടുന്നത്. അപ്പോൾ ഈ ഗ്രാഫും സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലിന്റെ ഗ്രാഫ് തന്നെയാണ്. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്യുന്ന അതേപോലെ തന്നെ പോയിന്റ്സ് കണ്ടുപിടിക്കണം. അപ്പോൾ നോക്കി, ഇത് എക്സ് ആക്സിസ് ആണല്ലേ, അതായത് ഹൊറിസോണ്ടൽ വിലങ്ങനെയുള്ള വരയാണ്. അപ്പോൾ ഇതിനകത്ത് എക്സിന്റെ വാല്യൂസ് ആണ്, എക്സിന്റെ വിലകളാണ് കാണപ്പെടുന്നത്. അപ്പോൾ ഈ വെർട്ടിക്കലി കാണപ്പെടുന്ന ലൈൻസിനകത്തിൽ പി ഓഫ് എക്സിന്റെ വാല്യൂസും ആണ് കാണപ്പെടുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ഈ ഒരു പോയിന്റ് എടുക്കാം. ഈ ഒരു പോയിന്റിൽ എക്സിന്റെ വില എത്രയാണ്, എക്സ് എന്ന് പറയുന്നത് എന്താണ്, ഈ ഒരു ലൈനിൽ തന്നെയാണ് അല്ലേ. അതായത് വലത്തോട്ടും പോയിട്ടില്ല ഇടത്തോട്ടും പോയിട്ടില്ല. അപ്പോൾ ഈ ഒരു ലൈനിൽ തന്നെ ആയതുകൊണ്ട് എക്സ് എന്തായിരിക്കും, 0 ആയിരിക്കും. അതുപോലെ തന്നെ പി ഓഫ് എക്സ് എന്ന് പറയുന്നത് താഴോട്ട് വന്നിട്ടുണ്ട് അല്ലേ, അതായത് -3. അടുത്ത നമുക്ക് ഈ പോയിന്റ് നോക്കാം. ഈ പോയിന്റിൽ എക്സ് എന്തായിരിക്കും, ഇത് വലത്തോട്ട് വന്നിട്ടുണ്ട് അല്ലേ, അതായത് 1-ലായിരിക്കും. അതുപോലെ തന്നെ പി ഓഫ് എക്സിന് യാതൊരു മാറ്റവും ഇല്ല. പി ഓഫ് എക്സ് എന്ന് പറയുന്നത് ഈ ഒരു ലൈനിൽ തന്നെയാണ്. അതുകൊണ്ട് പി ഓഫ് എക്സ് എന്തായിരിക്കും, 0 ആയിരിക്കും അല്ലേ. അപ്പൊ ഇനി അടുത്തത് ഈ എക്സ് എന്തായിരിക്കും, ഇവിടുത്തെ എക്സ് 3 ആയിരിക്കും അല്ലേ. ഇവിടുത്തെ എക്സിന്റെ വില 3 ആയിരിക്കും. അന്നേരം കിട്ടുന്ന പി ഓഫ് എക്സിന്റെ വില എന്തായിരിക്കും, ഇവിടുത്തെ പോലെ തന്നെ 0 ആയിരിക്കും. അതായത് ഇതിന് മുകളിലോട്ടോ താഴോട്ടോ പോയിട്ടില്ല, സെയിം ലൈനിൽ തന്നെ ആയതുകൊണ്ട് അത് 0 ആയിരിക്കും. അപ്പോൾ നമുക്ക് നേരത്തെ ചെയ്യുന്ന പോലെ തന്നെ എഴുതാം. എക്സിന്റെ വില 0 ആണെങ്കിൽ പി ഓഫ് എക്സിന്റെ വില എന്തായിരിക്കും, പി ഓഫ് എക്സിന്റെ വില -3 ആയിരിക്കും അല്ലേ, -3 ആയിരിക്കും. അതായത് പി ഓഫ് എക്സിന് പകരം നമുക്ക് എന്ത് കൊടുക്കാം, ഇവിടുത്തെ എക്സിന് പകരം 0 കൊടുക്കാം. പി ഓഫ് 0 ഈക്വൽ ടു എത്രയാണ്, -3. അടുത്തത് എക്സിന്റെ വില 1 ആണെങ്കിൽ, എക്സ് ഈക്വൽ ടു 1 ആണെങ്കിൽ പി ഓഫ് എക്സ് എന്താണ്, പി ഓഫ് എക്സ് ഈക്വൽ ടു 0 ആണല്ലേ. അതായത് പി ഓഫ് എക്സിന്റെ സ്ഥാനത്ത് എന്ത് കൊടുക്കാം, 1 എന്ന് കൊടുക്കാം. പി ഓഫ് 1 ഈക്വൽ ടു 0 എന്ന് കിട്ടും. അടുത്ത എക്സിന്റെ വില നമുക്ക് 3 എന്ന് കൊടുക്കുക അല്ലെ. 3 എന്ന് കൊടുക്കുമ്പോൾ പി ഓഫ് എക്സ് എന്താണ്, അവിടെയും പി ഓഫ് എക്സ് എന്ന് പറയുന്നത് 0 ആണ്. അതായത് പി ഓഫ് എക്സിന്റെ സ്ഥാനത്ത് എന്ത് കൊടുക്കാം, 3 കൊടുക്കാം. പി ഓഫ് 3 ഈക്വൽ ടു 0. ഇത്രയും മനസ്സിലായല്ലോ. അടുത്തത് നമ്മുടെ സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ ആയതുകൊണ്ട് പോളിനോമിയലിന്റെ ഇക്വേഷൻ എങ്ങനെയാണ്, അതായത് രണ്ടാം കൃതി ബഹുപദം ആയതുകൊണ്ട് ആ ബഹുപദത്തിന്റെ ഇക്വേഷൻ ഏത് ഫോമിലായിരുന്നു, ax² പ്ലസ് bx പ്ലസ് c എന്നാണല്ലേ. അപ്പൊ ആദ്യം നമുക്ക് പി ഓഫ് 0 കണ്ടുപിടിക്കാം. പി ഓഫ് 0 എന്ന് പറയുന്നത് -3 ആണെങ്കിൽ എക്സിന്റെ സ്ഥാനത്തല്ല എന്ത് കൊടുക്കണം, 0 ഇട്ട് കൊടുക്കണം അല്ലെ. അപ്പൊ a ഇൻറ്റു 0² പ്ലസ് b ഇൻറ്റു 0 പ്ലസ് c ഈക്വൽ ടു -3. അറിയാമല്ലോ, a ഇൻറ്റു 0² എന്ന് പറഞ്ഞാൽ 0 തന്നെയാണല്ലേ. 0² 0 ആണ്. 0 ഇൻറ്റു a എന്ന് പറയുന്നത് 0. b ഇൻറ്റു 0 0 c ഈക്വൽ ടു -3. ഇവിടുന്ന് എന്ത് കിട്ടും നമുക്ക്, സിയുടെ വില -3 എന്ന് കിട്ടും അല്ലേ. അടുത്ത നമുക്ക് പി ഓഫ് 1 ഈക്വൽ ടു 0 എന്നുള്ള വാല്യൂ എടുക്കാം. പി ഓഫ് 1 ഈക്വൽ ടു 0. അതായത് എക്സിന്റെ സ്ഥാനത്തല്ല എന്തിട്ട് കൊടുക്കണം, 1 ഇട്ട് കൊടുക്കണം അല്ലേ. അപ്പൊ എക്സിന്റെ സ്ഥാനത്ത് 1 ഇട്ട് കൊടുക്കുമ്പം 1ന്റെ സ്ക്വയർ പ്ലസ് b ഇൻറ്റു 1 പ്ലസ് c ഈക്വൽ ടു എന്താണ്, 0 ആണല്ലേ. a ഇൻറ്റു 1², 1ന്റെ സ്ക്വയർ 1 ആണ്. 1 ഇൻറ്റു a എന്ന് പറഞ്ഞാൽ a ആണ്. പ്ലസ് b ഇൻറ്റു 1 b. ഇനി സിയുടെ വില നമുക്കറിയാമല്ലോ, സിയുടെ വില -3 ഈക്വൽ ടു 0. അതായത് a പ്ലസ് ബി ഈക്വൽ ടു, ഈ -3 അങ്ങ് അപ്പുറത്ത് കൊണ്ടുപോയാൽ +3 ആവും അല്ലേ, 3 ആവും. അത് ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുക്കാം. അപ്പോൾ a പ്ലസ് ബി ഈക്വൽ ടു 3 എന്ന് പറഞ്ഞ ഇക്വേഷൻ നമ്പർ 1 ആണ്. അടുത്തത് നമുക്ക് പി ഓഫ് 3 ഈക്വൽ ടു 0 എടുക്കാം. പി ഓഫ് 3 ഈക്വൽ ടു 0 ഇംപ്ലൈസ് അടുത്ത എന്താണ്,
എക്സിന്റെ സ്ഥാനത്തെല്ലാം 3 കൊടുക്കുക അല്ലെ. പി ഓഫ് എക്സ് എന്ന് പറയുന്നത് ഈ ഒരു പോളിനോമിയൽ ആണെങ്കിൽ പി ഓഫ് 3 എന്തായിരിക്കും? എക്സിന്റെ സ്ഥാനത്തെല്ലാം 3 ഇട്ട് കൊടുക്കണം. അപ്പൊ എ ഇൻറ്റു 3യുടെ സ്ക്വയർ പ്ലസ് ബി ഇൻറ്റു 3 പ്ലസ് സി. 3യുടെ സ്ക്വയർ എന്താണ്? 9 ആണ് അല്ലേ. 9 ഇൻറ്റു എ പ്ലസ് ബി ഇൻറ്റു 3 എന്താണ്? 3b ആണല്ലോ, 3b. ഇനി സിയുടെ വില അറിയാം, -3 ഈക്വൽ ടു എന്താണ്? 0. ഇതിന്ന് 3നെ ഇനി കോമൺ എടുക്കുക അല്ലെ. 3നെ കോമൺ എടുക്കുമ്പം ബാക്കി ഇവിടെ എന്തോ ഉണ്ട്? 3 ഇൻറ്റു 3 ആണ് 9. അപ്പൊ 3 ഉണ്ട് ഇവിടെ. ബാക്കി 3a പ്ലസ് ഇവിടുന്ന് 3a ഇനി കോമൺ എടുക്കുമ്പം ഇവിടെ പിന്നെ ബാക്കി എന്തോ ഉണ്ട്? b മാത്രമേ ഉള്ളൂ അല്ലേ. അതുപോലെ തന്നെ ഇവിടുന്നും 3a ഇനി കോമൺ എടുക്കുമ്പോൾ ബാക്കി 1 ഉള്ളൂ, ഈക്വൽ ടു 0. ഈ 3a അങ്ങ് അപ്പുറത്ത് കൊണ്ടുപോകാമല്ലോ. അപ്പൊ 3a പ്ലസ് b -1 ഈക്വൽ ടു 0/3 എന്നാണ് അല്ലേ. അതായത് 0 തന്നെയാണ്. 3a പ്ലസ് b -1 ഈക്വൽ ടു 0. അതായത് ഈ -1നെയും കൂടെ നമ്മൾ അപ്പുറത്ത് കൊണ്ടുപോവാണ്. അപ്പൊ 3a പ്ലസ് b ഈക്വൽ ടു 1 എന്ന് കിട്ടും. ഇത് ഇക്വേഷൻ നമ്പർ 2 ആണ്. അടുത്ത സ്റ്റെപ്പ് എന്തുവാ? ഇക്വേഷൻ 2 മൈനസ് ഇക്വേഷൻ 1 ആണല്ലേ. അതായത് ഇക്വേഷൻ 2 എന്താണ്? 3a പ്ലസ് ബി ഈക്വൽ ടു 1. ഇക്വേഷൻ 1ഓ? എ പ്ലസ് ബി ഈക്വൽ ടു 3. അപ്പോൾ ഈ രണ്ട് ഇക്വേഷനൂടെ മൈനസ് ചെയ്യാൻ പോവുക. അപ്പം നമ്മൾ മുകളിൽ എന്ത് കൊടുക്കണം? മൈനസ് കൊടുക്കണം. ഓക്കെ. അപ്പോൾ 3a മൈനസ് എ എന്ന് പറഞ്ഞാൽ 3a മൈനസ് എ, 3aയിൽ നിന്നും a മൈനസ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 2a അല്ലേ. അതുപോലെ തന്നെ b മൈനസ് ബി, ബിയിൽ നിന്നും b മൈനസ് ചെയ്താൽ 0 കിട്ടും. ഈക്വൽ ടു ഇവിടെ നോക്കിയേ 1 - 3 എന്നാണ് അല്ലേ. അതായത് വലുതിന്ന് ചെറുത് കുറയ്ക്കുക, വലുതിന്റെ സൈൻ. അപ്പൊ എന്ത് കിട്ടും? -2 കിട്ടും. 3ൽ നിന്ന് 1 പോകെ 2 ആണ്, വലുത് 3 ആയതുകൊണ്ട് മൈനസ് വരും. അപ്പൊ ഇവിടെ നമുക്ക് എയുടെ വില കണ്ടുപിടിക്കാമല്ലോ. എ ഈക്വൽ ടു -2. ഈ 2 ഇങ്ങ് ഇപ്പുറത്ത് വരും അല്ലേ. ഇവിടെ എയുമായിട്ട് മൾട്ടിപ്ലിക്കേഷനിലാണ് ഈ 2. അപ്പൊ ഇത് ഇപ്പുറത്ത് വരുമ്പോൾ എന്താവും? ഡിവിഷൻ ആവും. അതായത് 2/2 എന്ന് പറയുന്ന 1 ആണ്. ഇവിടെ ഒരു മൈനസ് ഉള്ളതുകൊണ്ട് മൈനസ് എഴുതണം. അതായത് -1 ആണ് എയുടെ വില. ഇനി എയുടെ വില നമുക്ക് എവിടെ കൊടുക്കാം? ഇക്വേഷൻ 1ൽ കൊടുക്കാം അല്ലേ. എയുടെ വില ഇക്വേഷൻ 1ൽ കൊടുക്കുമ്പം ഇക്വേഷൻ 1 എന്തായിരുന്നു? എ പ്ലസ് ബി ഈക്വൽ ടു 3 എന്നാണ്. എയുടെ വില കൊടുക്കാം. അതായത് -1 പ്ലസ് ബി ഈക്വൽ ടു 3 എന്നാണ് അല്ലേ. അതായത് ബി ഈക്വൽ ടു 3. ഈ -1 അങ്ങ് അപ്പുറത്ത് വരുമല്ലോ. അപ്പൊ എന്തായിട്ട് മാറും? +1 ആയിട്ട് മാറും. അപ്പൊ ബിയുടെ വില നമുക്ക് എന്ത് കിട്ടി? ബി ഈക്വൽ ടു 4 എന്ന് കിട്ടി. എയുടെ വില -1 എന്നും കിട്ടി, ബിയുടെ വില 4 എന്നും കിട്ടി. അപ്പോൾ നമ്മുടെ പോളിനോമിയൽ പി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ax² പ്ലസ് bx പ്ലസ് c എന്നാണ് അല്ലേ. അതിൽ എയുടെയും ബിയുടെയും സിയുടെ സ്ഥാനത്ത് നമുക്ക് വാല്യൂസ് ഇട്ട് കൊടുക്കാം. അതായത് പി ഓഫ് എക്സ് എന്ന് പറയുന്നത് എയുടെ വാല്യൂ എന്തായിരുന്നു? -1 ആണ് അല്ലേ. -1x² പ്ലസ് ബിയുടെ വാല്യൂ എന്താണ്? 4 ആണ്. 4x പ്ലസ് സി എന്ന് പറയുന്നത് എന്തായിരുന്നു? -3 ആണല്ലേ. അതായത് പി ഓഫ് എക്സ് ഈക്വൽ ടു -1x² എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്? -x² ആണല്ലേ. 1 എഴുതിയില്ലേലും കുഴപ്പമില്ല. പ്ലസ് 4x -3. അതായത് ഈ പ്ലസും മൈനസും കൂടെ ചേരുമ്പോൾ എന്താവും? മൈനസ് ആവും. അപ്പോൾ ഇതാണ് നമ്മുടെ പോളിനോമിയൽ.